2024 കണക്കുകൾ പ്രകാരം സ്വിസ് ബാങ്കിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം 50% വാണം പോലെ ഇപ്പൊ എന്താ പറഞ്ഞു 50% വാണം പോലെ. വാസുട്ടാ ഇതല്ല. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. പിന്നെ ഇവിടെ വസീഫ് ഇവിടെ ഇരുന്ന് കണ്ണീരൊലിപ്പിക്കുന്ന കണ്ടു. ദൈവമേ വടിയായ അളിയ സപ്ലൈകോയിൽ കിട്ടുന്ന സാധനങ്ങളുടെ സബ്സിഡി തലകുത്തി വീണ ദിവസത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ വന്നിരുന്നു ചൈന ഭാഷ പറയുന്നോടാ. എന്നുള്ള സാധനമാണ്. ഇലക്ടറൽ ബോണ്ട്സിനെ പറ്റി നിങ്ങളൊന്നും മിണ്ടായിരിക്കും സ്ത്രീയെ. ആ ലേഡിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. കടന്ന് കിണി പറഞ്ഞു. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. നിങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ. ഒച്ച വെക്കാതെ നിങ്ങൾ മിണ്ടാതിരിക്കും സ്ത്രീയെ. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ആ പെണ്ണുമ്പിള്ളയോട് മിണ്ടാതിരിക്കാൻ പറ. ആ പെണ്ണുമ്പിള്ളയോട് മിണ്ടാതിരിക്കാൻ പറ. ആ പെണ്ണുമ്പിള്ളയോട് മിണ്ടാതിരിക്കാൻ പറ. ഷാബു എന്ത് വർത്താനാണ്? ചേട്ടാ കണ്ടാൽ അറിഞ്ഞൂടെ പിന്നെ എന്തിനാ ചോദിക്കണേ? ഷാബു എന്ത് വർത്താനാണ്? നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ്. അങ്ങനെ തെണ്ടിത്തരം മാത്രം പറയരുത്. അതെന്ത് വർത്താനാണ്? നമ്മുടെ ജനാധിപത്യ ചർച്ചയാണ്. ആൾക്കാർ ഇടപെടാറുണ്ട്. എന്തുകൊണ്ട് പെണ്ണുപിള്ള പറയാം? വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത് ഞാനാണ്. ഏറ്റവും കുറച്ച് സമയം കിട്ടിയിരിക്കുന്നത്. താങ്കൾ പറയൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടി വരും. അല്ല പറയും, മര്യാദയ്ക്ക് പറയും. അല്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ പിന്നെ ഇവിടെ മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ പിന്നെ ഇവിടെ അൺലിമിറ്റഡ് എമൗണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്പനിന്? അതിന്റെ മറുപടി പറയൂ. ഉത്തരം പറ. ശരി. ക്ഷമ അവിടെ കിടന്ന് പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ഇത് റിമൂവ് ചെയ്തു. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ